ഇതാണ് റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡിന്റെ റിസൾട്ടന്റ് ഫേസ് ആംഗിളിന്റെ ഇക്വേഷൻസ്. നമുക്ക് ഇതിന്റെ രണ്ട് കേസസ് കൺസിഡർ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ രണ്ട് വേവ്സും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ്, അതായത് φ1 മൈനസ് φ2 എന്ന് പറയുന്നത് 2n π ആണെങ്കിൽ ഇതിൽ n എന്ന് പറയുന്നത് 0, 1, 2, 3 അങ്ങനെ ഏത് ഇൻഡിജറും ആവാം. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡിന് റിസൾട്ടന്റ് ഫേസ് ആംഗിളിന് വരുന്ന ചേഞ്ച്? സോ നമ്മൾ ഫേസ് ഡിഫറൻസ് എടുത്തിരിക്കുന്നത് 2n π ആണ്. സോ കോസ് φ1 മൈനസ് φ2 എന്നുള്ളത് കോസ് 2n π ആവും. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആണ്. സോ ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഇക്വേഷൻ നമ്പർ 5 ആയിട്ടും ഇതിന് ഇക്വേഷൻ നമ്പർ 6 ആയിട്ടും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇക്വേഷൻ നമ്പർ 5 വിൽ ചേഞ്ച് ഇൻ ടു a square equal to a1 square plus a2 square plus 2a1 a2. ഇതിന് വേറൊരു തരത്തിൽ എഴുതാം a1 plus a2 whole square. അങ്ങനെ പറയാം ക്യാപിറ്റൽ A അതായത് റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് ഇസ് ഈക്വൽ ടു a1 plus a2. ഇവിടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വേവ് ഡിസ്പ്ലേസ്മെന്റ്സ് എത്രയാണോ അതിന്റെ സം ആയിരിക്കും റിസൾട്ടന്റ് വരുന്നുണ്ടായിരിക്കുക. എപ്പോൾ ഈ ഫേസ് ഡിഫറൻസ് 2n π ആണെങ്കിൽ മാത്രം. സപ്പോസ് ഈ രണ്ട് ഡിസ്പ്ലേസ്മെന്റും a1ഉം a2ഉം ഈക്വൽ ആണെന്ന് ഇരിക്കട്ടെ, ഈക്വൽ ടു a എന്ന് കൺസിഡർ ചെയ്യാന്നുണ്ടെങ്കിൽ ദ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് വിൽ ബി a സ്ക്വയർ പ്ലസ് a സ്ക്വയർ, ദാറ്റ് ഇസ് 2a സ്ക്വയർ, ദി മാക്സിമം. സോ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. ഇത്തരത്തിലുള്ള സൂപ്പർ പൊസിഷനാണ് നമ്മൾ കൺസ്ട്രക്റ്റീവ് സൂപ്പർ പൊസിഷൻ എന്ന് പറയാം. കാരണം അവിടെ റിസൾട്ടന്റ് ആയിട്ട് വരുന്ന വേവ് എന്തായിരിക്കും, കൂടുതലായിട്ടുള്ള ആംപ്ലിറ്റ്യൂഡിലുള്ളതായിരിക്കും. സോ ദി കണ്ടീഷൻ ഫോർ കൺസ്ട്രക്റ്റീവ് സൂപ്പർ പൊസിഷൻ ഇസ് ദാറ്റ് ദി ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ടു വേവ്സ് മസ്റ്റ് ബി ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് 2π. സപ്പോസ് ഇനി അടുത്തൊരു കേസ്, ഈ ഒരു ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ടു വേവ്സ് എന്ന് പറയുന്നത് ഓഡ് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് π ആണെന്നുണ്ടെങ്കിൽ, അതായത് 2n + 1 ഓഫ് π ആണ് വരുന്നതെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യും നോക്കാം. കോസ് ഓഫ് φ1 മൈനസ് φ2 എന്നുള്ളത് കോസ് ഓഫ് 2n + 1 π എന്ന് മാറും. ആൻഡ് കോസ് ഓഫ് 2n + 1 π എന്നുള്ളത് -1 ആണ്. So equation 1 will change into a square equal to a1 square plus a2 square minus 2a1 a2. എന്ന് വെച്ചാൽ ഇതിനെ എങ്ങനെ ചേഞ്ച് ചെയ്ത് എഴുതാം, a1 minus a2 whole square എന്ന് എഴുതാം. So we get a square is equal to a1 minus a2 whole square, that is a is equal to a1 minus a2. സോ ഈ രണ്ട് വേവ്സ് തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് 2n + 1 π ഓഡ് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് π ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും അവിടെ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് കിട്ടുന്നുണ്ടായിരിക്കുക. അതായത് ഏറ്റവും കുറവായിട്ടായിരിക്കും റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് വരുന്നുണ്ടായിരിക്കുക. സപ്പോസ് a1 is equal to a2 ആണെന്നുണ്ടെങ്കിൽ, ദാറ്റ് ഇസ് ഈക്വൽ ടു a ആണെന്നുണ്ടെങ്കിൽ അവിടെ മിനിമം ആയിട്ടുള്ള വാല്യൂ a മിനിമം എന്ന് പറയുന്നത് a മൈനസ് a ആയിരിക്കും, ദാറ്റ് ഇസ് 0. സോ രണ്ട് വേവ്സ് തമ്മിൽ സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ അവർക്ക് ഒരേ ആംപ്ലിറ്റ്യൂഡാണ്, അതുപോലെ തന്നെ 2n + 1 π ആണ് ഫേസ് ഡിഫറൻസ് ഉള്ളതെന്നുണ്ടെങ്കിൽ, ഓഡ് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് π ആണ് ഫേസ് ഡിഫറൻസ് എന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് റിസൾട്ടന്റ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. വിച്ച് മീൻസ് ദാറ്റ് ദി കണ്ടീഷൻ ഫോർ ദി ഡിസ്ട്രക്റ്റീവ് സൂപ്പർപൊസിഷൻ ഈസ് ദാറ്റ് ദി phase difference between the two waves must be an odd integral multiple of π. So superposition രണ്ട് തരത്തിൽ വരാം. ഒന്ന് കൺസ്ട്രക്റ്റീവ് സൂപ്പർപൊസിഷൻ ആവാം, അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് സൂപ്പർപൊസിഷൻ ആവാം. കൺസ്ട്രക്റ്റീവ് സൂപ്പർപൊസിഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് വേവ്സിൻ്റെയും ആംപ്ലിറ്റ്യൂഡ്സ് തമ്മിൽ ആഡ് ചെയ്യുകയും, ഇനി സെക്കൻഡ് ടൈപ്പ് ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള സൂപ്പർ പൊസിഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് വേവ്സിൻ്റെ ആംപ്ലിറ്റ്യൂഡിൻ്റെ ഡിഫറൻസ് ആയിരിക്കും റിസൾട്ടൻറ്റ് ആംപ്ലിറ്റ്യൂഡായിട്ട് കിട്ടുന്നുണ്ടായിരിക്കുക.
സോ നമുക്ക് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ് ചെയ്യുന്ന സമയത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്, ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ് ചെയ്യുന്ന സമയത്ത് മിനിമം ആംപ്ലിറ്റ്യൂഡും ആയിരിക്കും കിട്ടുക. Intensity of light is directly proportional to the square of the amplitude. ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ആയിരിക്കും അവിടെ ഇൻറ്റൻസിറ്റി ഉണ്ടായിരിക്കുക. സോ നമുക്ക് ഈ റിസൾട്ടൻറ്റ് ആംപ്ലിറ്റ്യൂഡിനെ ഇൻറ്റൻസിറ്റിയുടെ ടേംസിലായിട്ട് കൺവേർട്ട് ചെയ്ത് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് റിസൾട്ടൻറ്റ് ഇൻറ്റൻസിറ്റി I ഈസ് ഈക്വൽ ടു ഇൻറ്റൻസിറ്റി ഓഫ് ഫസ്റ്റ് വേവ് പ്ലസ് ഇൻറ്റൻസിറ്റി ഓഫ് സെക്കൻഡ് വേവ് പ്ലസ് 2 A1 എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് I1 എന്ന് വരും. അതുപോലെ തന്നെ A2 എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് I2 എന്ന് വരും. സോ റൂട്ട് ഓഫ് I1 റൂട്ട് ഓഫ് I2 കോസ് Phi1 മൈനസ് Phi2 എന്ന് വരും. സോ ഇതാണ് എക്സ്പ്രഷൻ ഫോർ ദി ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. അതായത് I ഈസ് ഈക്വൽ ടു I1 പ്ലസ് I2 പ്ലസ് 2 റൂട്ട് ഓഫ് I1 I2 കോസ് ഓഫ് Phi1 മൈനസ് Phi2. ഇതാണ് റിസൾട്ടൻറ്റ് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ. സോ നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ യൂസ് ചെയ്തിട്ട് സൂപ്പർ പൊസിഷൻ രണ്ട് തരത്തിലുണ്ടെന്ന് പറഞ്ഞു. കൺസ്ട്രക്റ്റീവ് ഉണ്ട്, അതുപോലെ തന്നെ ഡിസ്ട്രക്റ്റീവ് ഉണ്ട്. ഈ രണ്ട് കേസിലും എങ്ങനെയാണ് ഇൻറ്റൻസിറ്റി ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. First, constructive interference condition, that is Phi1 minus Phi2 is equal to 2n pi ആണെന്നുണ്ടെങ്കിൽ the resultant intensity will be equal to I1 plus I2 plus 2 root of I1 I2. ഇതായിരിക്കും റിസൾട്ടൻറ്റ് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ വരുന്നുണ്ടായിരിക്കാം. സപ്പോസ് A1 is equal to A2 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റീസും ഈക്വൽ തന്നെയായിരിക്കും. That is I1 is equal to I2 എന്ന് വരും. സോ കൺസ്ട്രക്റ്റീവ് ഇൻറ്റർഫറൻസ് ആയത് കാരണം കൊണ്ട് തന്നെ I മാക്സിമം എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. സോ I1നെ I എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, I2നെ I എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, പ്ലസ് 2 റൂട്ട് ഓഫ് I ഇൻറ്റു I എന്ന് വരും. ദാറ്റ് ഈസ് I1, that is I plus I, 2I plus 2 root of I square. Root of I square എന്ന് പറയുമ്പോൾ അതെന്താവും? I തന്നെ ആയിരിക്കും. That is 2I plus 2I, that is equal to 4I. So I മാക്സിമത്തിൻ്റെ വാല്യൂ വരുന്നുണ്ടായിരിക്കാം 4I ആണ്. സോ റിസൾട്ടൻറ്റ് ആംപ്ലിറ്റ്യൂഡ് ഡബിൾ ആണെന്നുണ്ടെങ്കിൽ റിസൾട്ടൻറ്റ് ഇൻറ്റൻസിറ്റി 4 times ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. സെക്കൻഡ് കണ്ടീഷൻ, ഡിസ്ട്രക്റ്റീവ് സൂപ്പർപൊസിഷൻ്റെ കണ്ടീഷനാണ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ Phi1 മൈനസ് Phi2 ഇസ് ഇക്വൽ ടു 2n പ്ലസ് 1 പൈ എന്നായിരിക്കും കണ്ടീഷൻ വരുന്നുണ്ടായിരിക്കുക. സോ നമുക്ക് ഇക്വേഷൻ ചേഞ്ച് ചെയ്യാം. I ഇസ് ഇക്വൽ ടു I1 പ്ലസ് I2 പ്ലസ് 2 റൂട്ട് ഓഫ് I1 I2 എന്ന് വരും. സോ കോസ് ഓഫ് Phi1 മൈനസ് Phi2, അതായത് കോസ് ഓഫ് 2n പ്ലസ് 1 ഓഫ് പൈ എന്ന് പറയുന്നത് -1 ആയതുകൊണ്ട് തന്നെ ഇവിടെ മൈനസ് വാല്യൂ. ഇതായിരിക്കും നമ്മുടെ റിസൾട്ട് ഇൻറ്റൻസിറ്റി വരുന്നുണ്ടായിരിക്കുക. സപ്പോസ് A1 ഈസ് ഈക്വൽ ടു A2 ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും എന്ന് പറഞ്ഞു? ഇൻറ്റൻസിറ്റിയും വിൽ ബി ഈക്വൽ. സോ നമുക്ക് എഴുതാം I മിനിമം. ഡിസ്ട്രക്റ്റീവ് സൂപ്പർ പൊസിഷനിൽ മിനിമം വാല്യൂ ആണെന്നുള്ളതുകൊണ്ട് I മിനിമം എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. I minimum is equal to I plus I minus 2 root of I into I square, that is equal to 2I minus 2I, that is equal to 0. So, നമ്മൾ രണ്ട് വേവ്സ് കൺസിഡർ ചെയ്യുമ്പോൾ അവർ തമ്മിലുള്ള സൂപ്പർ പൊസിഷൻ ഡിസ്ട്രക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ആംപ്ലിറ്റ്യൂഡും 0 ആയിരിക്കും, അതുപോലെ തന്നെ ഇൻറ്റൻസിറ്റിയും 0 ആയിരിക്കും.